ഈ രാജ്യത്തേക്ക് വന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നീറ്റ് പുനഃപരീക്ഷ തന്നെയാണ്. 5000-ലധികം കേന്ദ്രങ്ങളിലായി 22.79 ലക്ഷം വിദ്യാർത്ഥികളാണ് പുനഃപരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. വിവാദങ്ങളെയും ചോദ്യപേപ്പർ ചോർച്ചയെയും തുടർന്ന് റദ്ദാക്കിയ പരീക്ഷ ഇന്ന് വീണ്ടും നടക്കുമ്പോൾ ത്രിതല സുരക്ഷാ ക്രമീകരണങ്ങളാണ് പരീക്ഷാ കേന്ദ്രങ്ങളിൽ ഒരുക്കിയിരിക്കുന്നത്. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. ബൽറാം, ഗുഡ് മോർണിംഗ്. നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട വലിയ വിവാദം രാജ്യത്തെങ്ങും അലയടിക്കുകയാണ്. ഇപ്പോഴും CJP ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധമൊക്കെ CJPയുടെ ഭാഗത്തും തുടരുന്നതിനിടെയാണ് ഇപ്പോൾ പുനഃപരീക്ഷ വരുന്നത്. ഇന്നത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ എങ്ങനെയാണ്? ഒപ്പം തന്നെ വിദ്യാർത്ഥികളെ സമ്മർദ്ദത്തിൽ നിന്നും അധികം സമ്മർദ്ദം നൽകാതിരിക്കാൻ വേണ്ടിയും പ്രത്യേക തരത്തിലുള്ള ഒരുക്കങ്ങളൊക്കെ ഉണ്ടല്ലോ, അതും എങ്ങനെയാകും ബൽറാം? വെരി ഗുഡ് മോർണിംഗ് പ്രവിത, അമൃത. നീറ്റ് പുനഃപരീക്ഷ ഇന്ന് നടക്കുകയാണ്. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഈ പരീക്ഷയോട് അനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട്. ത്രിതല സുരക്ഷാ ക്രമീകരണങ്ങൾ എന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത്. കേന്ദ്രസേനയെയും ഒപ്പം തന്നെ പോലീസിനെയും ഉൾപ്പെടെ വിന്യസിച്ചുകൊണ്ടുള്ള ക്രമീകരണങ്ങൾ പരീക്ഷാ കേന്ദ്രങ്ങളിൽ ഒരുക്കിയിരിക്കുന്നു. മെയ് 3 നടന്ന നീറ്റ് പരീക്ഷ, അതിന്റെ ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവാദവും പ്രതിഷേധങ്ങളും ഇതുവരെയും അവസാനിച്ചിട്ടില്ല. തുടർന്നാണ് മെയ് 15 വീണ്ടും പുനഃപരീക്ഷ പ്രഖ്യാപിക്കുന്നത്. 38 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം, അതായത് ഇന്ന് പരീക്ഷ നടക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. തുടർന്ന് വലിയ ക്രമീകരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരുക്കി. ഈ പരീക്ഷാ ചോദ്യപേപ്പറുകൾ തയ്യാറാക്കുന്നത് കൂടാതെ ഈ ചോദ്യപേപ്പറുകൾ പരീക്ഷാ കേന്ദ്രങ്ങളിൽ, പരീക്ഷാ ഹബ്ബുകളിൽ എത്തിക്കുന്നത് അടക്കമുള്ള ക്രമീകരണങ്ങൾ. അതിനായി സൈന്യത്തെ, വ്യോമസേനയെയും കേന്ദ്രസേനയെയും ഉപയോഗിച്ചു. തുടർന്ന് ഇന്നലെ മോക്ക് ഡ്രിൽ പൂർത്തിയാക്കിയിരുന്നു. ഈ സുരക്ഷയ്ക്ക് ഒപ്പം തന്നെ പരീക്ഷാ കേന്ദ്രങ്ങളിലും കൃത്യമായി ഈ പരീക്ഷാർത്ഥികളുടെ ഓരോരുത്തരുടെയും ആധാർ കാർഡുകൾ അത് വെരിഫൈ ചെയ്ത ശേഷമായിരിക്കും പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് കയറ്റുക. തുടർന്ന് മെറ്റൽ ഡിറ്റക്ടറുകൾ ഉപയോഗിച്ച് മറ്റ് ഇലക്ട്രോണിക് ഡിവൈസുകളൊന്നും തന്നെ ഉപയോഗിക്കുന്നില്ല, ഘടിപ്പിച്ചിട്ടില്ല എന്ന് ഉറപ്പാക്കും. അതിനുശേഷമായി മാത്രമായിരിക്കും പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് പ്രവേശനം അനുവദിക്കുക. തുടർന്നും CCTVകൾ അടക്കമുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഈ പരീക്ഷയോട് അനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതും ഇത്തവണത്തെ ഈ പരീക്ഷയുടെ പ്രത്യേകതയാണ്. ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിനായി ഈ ചോദ്യപേപ്പറുകൾ തയ്യാറാക്കുന്ന ഘട്ടത്തിൽ, ഒപ്പം തന്നെ അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഘട്ടത്തിൽ എല്ലാം തന്നെ ഈ ഉദ്യോഗസ്ഥരെ പ്രത്യേക രഹസ്യ കേന്ദ്രങ്ങളിൽ പാർപ്പിച്ചുകൊണ്ടായിരുന്നു തയ്യാറാക്കിയത്. ചോർച്ച തടയാൻ ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കിയതായാണ് NTA അവകാശപ്പെട്ടത്. എന്തായാലും ഇന്ന് പരീക്ഷ നടക്കുന്നത് 5400-ലധികം കേന്ദ്രങ്ങളിലാണ്. ഇവിടേക്ക് എല്ലാം തന്നെ കർശനമായ സുരക്ഷ ഉറപ്പാക്കിയിട്ടുണ്ട് എന്ന് കഴിഞ്ഞ ദിവസത്തെ മോക്ക് ഡ്രില്ലിൽ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഡൽഹിയിൽ 97 ഇടങ്ങളിലാണ്, പരീക്ഷാ കേന്ദ്രങ്ങളാണ് ഈ നീറ്റ് പുനഃപരീക്ഷയ്ക്കായി ഉള്ളത്. ഇവിടെയെല്ലാം തന്നെ ഡൽഹിയിലെ ചൂട് അടക്കമുള്ളവ പരിഗണിച്ചുകൊണ്ട് പ്രത്യേക കൂളിംഗ് കേന്ദ്രങ്ങൾ, അത് ഈ വിദ്യാർത്ഥികൾക്ക് അനുഗമിക്കുന്ന മാതാപിതാക്കൾക്കും മറ്റുള്ളവർക്കും ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ ഡൽഹി അടക്കം നിരവധി സംസ്ഥാനങ്ങൾ ഈ പരീക്ഷയ്ക്കായി എത്തുന്ന വിദ്യാർത്ഥികൾക്ക് സർക്കാർ ബസ്സുകളിൽ സൗജന്യ യാത്ര ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ പരീക്ഷ നടത്തിപ്പ് പൂർണ്ണമായും ശക്തമായ സുരക്ഷാ ക്രമീകരണത്തിലാണ് എന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നാണ് NTA അവകാശപ്പെടുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണി മുതൽ 5:15 വരെയാണ് പരീക്ഷ നടക്കുന്നത്. ഇത്തവണ 15 മിനിറ്റ് അധിക സമയം വിദ്യാർത്ഥികൾക്ക് അനുവദിച്ചിട്ടുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. രാവിലെ 11 മണി മുതൽ 1:30 വരെയാണ് വിദ്യാർത്ഥികൾക്ക് ഈ ബൽറാം, ഇങ്ങനെ ഒരു പരീക്ഷ എന്തുകൊണ്ട് നടക്കുന്നു, ഇതിന്റെ പശ്ചാത്തലം എന്താണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, വലിയൊരു മോക്ക് ഡ്രില്ല് രാവിലെ തൊട്ട് വൈകിട്ട് വരെ സംഘടിപ്പിക്കുന്നു. എത്ര തന്നെ ത്രിതല സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുമ്പോഴും വിദ്യാർത്ഥികളുടെ സമ്മർദ്ദം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അപ്പോൾ കഴിഞ്ഞ തവണ നടന്നതുപോലൊരു പ്രശ്നം ഇനി ഉണ്ടാകില്ല എന്നുള്ളൊരു ഉറപ്പ് NTA നൽകുന്നുണ്ടോ? അമൃത, തീർച്ചയായും ഈ വീഴ്ചകൾ ഒഴിവാക്കുന്നതിന് വേണ്ടി ശക്തമായ ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിയതായി NTA അവകാശപ്പെടുന്നുണ്ട്. അതിനാണ് കേന്ദ്രസേനയെയും വായുസേനയെയും ഉൾപ്പെടെ ഉപയോഗിച്ച് നടത്തിയ പരീക്ഷ നടത്തിപ്പ് എന്നുള്ളത്. അത് ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടാകുന്നത്. അതേസമയം ഈ ഒരു പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നു. ഒപ്പം തന്നെ ഒട്ടേറെ വിദ്യാർത്ഥികളുടെ ജീവൻ നഷ്ടമായ സാഹചര്യമുണ്ട്. കഴിഞ്ഞ 37 ദിവസങ്ങൾക്കിടെ മാത്രം
12 വിദ്യാർത്ഥികളാണ് ഈ പരീക്ഷാ സമ്മർദ്ദത്തെ തുടർന്ന് ജീവൻ അവസാനിപ്പിച്ചത്. ഇതെല്ലാം തന്നെ വലിയ തോതിൽ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട് NTA-യും കേന്ദ്ര സർക്കാരിനെയും. അതുകൊണ്ട് തന്നെയാണ് ത്രിതല സുരക്ഷ ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് പരീക്ഷാ കേന്ദ്രങ്ങളിൽ ഒരുക്കിയിരിക്കുന്നതും. ചരിത്രത്തിലാദ്യമായി സാധാരണ നിലയിൽ 6 മാസത്തെ ഇടവേളയിൽ തയ്യാറെടുപ്പുകളോടെയാണ് NTA ഈ പരീക്ഷ നടത്താറുള്ളത് എങ്കിൽ ഇത്തവണ അതിനായി ലഭിച്ചിരിക്കുന്നത് 38 ദിവസങ്ങൾ മാത്രമാണ്. അതിനിടെ ചോദ്യപേപ്പർ തയ്യാറാക്കല്, അതിന്റെ പരിഭാഷ, കൂടാതെ പരീക്ഷാ കേന്ദ്രങ്ങളിൽ ചോദ്യപേപ്പറുകൾ എത്തിക്കൽ, പരീക്ഷാ സുരക്ഷാ തയ്യാറെടുപ്പുകൾ, CCTV ക്യാമറകൾ ഒരുക്കൽ, മറ്റ് അധ്യാപകരുടേതടക്കമുള്ള ഉദ്യോഗസ്ഥരുടെ വിന്യാസം അടക്കമുള്ളവ പൂർത്തിയാക്കിയിരിക്കുന്നു യുദ്ധകാല അടിസ്ഥാനത്തിൽ എന്നുള്ളതും ശ്രദ്ധേയമാണ്. അതേസമയം ഈ പരീക്ഷാ ചോർച്ച, ഈ മെയ് 3-നുണ്ടായ പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്ന സംഭവം വലിയ തോതിലുള്ള സമ്മർദ്ദത്തിൽ NDA-യും ആക്കിയിട്ടുണ്ട്. പ്രതിഷേധങ്ങൾ ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള CBIയുടെ അന്വേഷണവും സമാന്തരമായി പുരോഗമിക്കുകയാണ്. നിരവധി NTA-യുമായി ബന്ധമുള്ള ഉദ്യോഗസ്ഥരടക്കം നിരവധി പേർ ഇതിനകം തന്നെ അറസ്റ്റിലായിട്ടുണ്ട്. അതിലുള്ള അന്വേഷണവും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇന്ന് നടക്കാനിരിക്കുന്ന ഈ നീറ്റ് പുനഃപരീക്ഷ, അതിലെ യാതൊരു വിധത്തിലുള്ള അട്ടിമറികളും നടക്കാതിരിക്കാൻ ആവശ്യമായ മുഴുവൻ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട് എന്ന് തന്നെയാണ് NTA അവകാശപ്പെടുന്നത്. പ്രവിത, അമൃത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.